എ+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KTH ജ്വല്ലറി സിൽവർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് KNS ബിൽഡിംഗ് നിയർ ഗ്രാമീൺ ബാങ്ക് അകമ്പാടം. മൂലേപ്പാടം വിജയപുരം റോഡിൽ MP ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന റോഡിന് പ്രഥമ പരിഗണന കോഴിമാലിന്യ സംസ്കരണ കേന്ദ്രത്തിലേക്കുള്ള ഭാഗത്തിന് പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. PV അബ്ദുൽ വഹാബ് MPയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 25 ലക്ഷം രൂപ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന റോഡാണ് പ്രദേശവാസികൾക്ക് ഗുണം ലഭിക്കാതെ കോഴിമാലിന്യ സംസ്കരണ കേന്ദ്രത്തിന് സമീപം പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന ഭാഗത്തിനായി ചിലവഴിക്കുന്നത്. മൂലേപ്പാടത്തു നിന്നും വിജയപുരം ഭാഗത്തേക്ക് പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന റോഡ് ടാറിംഗ് പ്രവൃത്തി നടത്തിയാലേ ഇവിടെ താമസിക്കുന്ന കുടുംബങ്ങൾക്ക് പ്രയോജനപ്പെടൂ. മൂലേപ്പാടത്തു നിന്നും വിജയപുരത്തേക്കുള്ള റോഡ് നായാടംപൊയിൽ മലയോര പാതയിൽ നിന്നു വേണം പണി തുടങ്ങാൻ. എന്നാൽ MP ഫണ്ട് ചിലവഴിച്ച് നിർമ്മിക്കുന്ന റോഡ് ഇതിന്റെ അവസാന ഭാഗത്താണ്. ബ്ലോക്ക് പഞ്ചായത്ത് 10 ലക്ഷം രൂപ ചിലവഴിച്ച് നിർമ്മിക്കുന്ന റോഡിന്റെ ഏതാനും ഭാഗത്ത് മാത്രമാണ് ശരിയായ രീതിയിലുള്ള പ്രവൃത്തി നടക്കുക. അതിനുശേഷം പൊട്ടിപ്പൊളഞ്ഞ് തകർന്നു കിടക്കുന്ന റോഡിലൂടെ 2 കിലോമീറ്ററോളം സഞ്ചരിച്ച് കോഴിമാലിന്യ സംസ്കരണ ഭാഗത്തെത്തിയാലാണ് MP ഫണ്ട് വിനിയോഗിച്ചുള്ള റോഡ് നിർമ്മിക്കുന്നത്. പൊതുജനങ്ങൾക്ക് ഉപകാരപ്പെടേണ്ട ഫണ്ടുകൾ ഇത്തരത്തിൽ ഉപയോഗിക്കുന്നത് ശരിയല്ലെന്നും ചില വ്യക്തികളുടെ താൽപര്യപ്രകാരമാണെന്നും ഉദ്യോഗസ്ഥർ ഇതിന് കൂട്ടുനിൽക്കുകയാണെന്നും പ്രദേശവാസികൾ പറയുന്നു. ഇത് മൂലപ്പാടം വിജയപുരം റോഡാണ്. ഇവിടം വരെ പണിത് വെച്ചിട്ടുണ്ട്. അത് ഒരു 20 മീറ്റർ അപ്പുറം വരെ റോഡ് പണിത് വെച്ചിട്ടുണ്ട്. റോഡ് പണി ഇനി ആരംഭിക്കേണ്ടത് ഇവിടുന്ന് ബാക്കിയായിട്ടാണ് ആരംഭിക്കേണ്ടത്. അല്ല മുകളിൽ കൊണ്ടുപോയി പണിതിട്ട് നമുക്ക് യാതൊരു കാര്യമില്ല. അവിടെ ആൾക്കാർ താമസിക്കുന്നില്ല. ആൾക്കാർക്ക് ഉപയോഗം വേണമെങ്കിൽ ഇവിടുന്ന് ഇതിന്റെ ബാക്കിയായിട്ട് ഇവിടുന്ന് പണിത് പോകണം. ഇവിടെ മുഴുവനാണ് വണ്ടി കയറാത്ത ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഇവിടെയാണ്. ഇവിടെ വണ്ടികളൊന്നും കയറുന്നില്ല. ഇവിടെ താമസിക്കുന്നവർക്കും വളരെ ബുദ്ധിമുട്ടാണ്. അതാണ് ഇപ്പോൾ ഇവിടുത്തെ അവസ്ഥ. ഫണ്ടുകൾ അനുവദിച്ചിട്ടുണ്ട്, പക്ഷെ അത് മുകളിലോട്ട് കൊണ്ടുപോയിട്ട് യാതൊരു കാര്യമില്ല. ഇവിടുന്ന് ഇതിന്റെ ബാക്കിയായിട്ട് പണിത് പോകണം. ഇതിന്റെ ബാക്കിയായിട്ട് പണിതിട്ട് മാത്രമേ ഇവിടെ ആവശ്യമുള്ളൂ. മേലെ പണിയുന്ന അവിടെ 1-2 ഫാക്ടറി ഉണ്ട്. ആ ഫാക്ടറിക്കാർക്ക് മാത്രമേ അതിന്റെ ഗുണമുള്ളൂ. അവിടുന്ന് ആ ഫാക്ടറിയിലോട്ട് വണ്ടി കയറാൻ വേണ്ടിയാണ് ഇപ്പം മുകളിൽ കൊണ്ട് റോഡ് പണിയുന്നത്. അതിന്റെ ആവശ്യമല്ല, ഇത് ജനങ്ങൾക്ക് ആവശ്യമാണ്. ഇവിടുന്ന് ഈ നിർത്തിയെടുത്തുനിന്ന് പണിത് പോകുന്നുണ്ട്. ആദ്യം ഇവിടെ കട്ട പതിപ്പിക്കാൻ പാസ്സായതാണ്. അത് കമ്പനിക്കാരോ ആരൊക്കെ ഇടപെട്ടിട്ട് അത് മുകളിലോട്ട് കൊണ്ടുപോയി. അത് പറ്റില്ല. ഈ പണിത് നിർത്തിയതിന്റെ ബാക്കിയായിട്ട് റോഡ് പണിയണം. അതാണ് ഞങ്ങളുടെ ആവശ്യം. പൊതുഫണ്ട് ഇപ്പൊ പ്രവർത്തിക്കുന്ന കമ്പനിക്ക് വേണ്ടിയാണ്. അതാണ് അത് മുകളിലേക്ക് കൊണ്ടുപോകുന്നത്. ആൾ താമസമില്ലാത്തടത്ത് റോഡ് പണിതിട്ട് കാര്യമില്ല. അവിടെ ആൾക്കാർ ആരും താമസിക്കുന്നില്ല. അവിടെ 2 കമ്പനികൾ മാത്രമേ ഉള്ളൂ. നാട്ടുകാരെ അവഗണിച്ച് കോഴിമാലിന്യ സംസ്കരണ കേന്ദ്രത്തിലേക്കുള്ള ഭാഗം ആദ്യം നിർമ്മിച്ചാൽ പ്രവൃത്തി തടയുമെന്നും നാട്ടുകാർ പറഞ്ഞു. മൂലപ്പാടം വിജയപുരം റോഡാണ്. അത് ഫാക്ടറിയുടെ അവിടെ നിന്നാണ് അവർ പണിയാൻ പോകുന്നത്. അതുകൊണ്ട് ഞങ്ങൾ നാട്ടുകാർക്ക് ഒരു ഗുണമില്ല. മൂലപ്പാടത്തിൽ നിന്ന് ഇങ്ങോട്ട് കയറുന്ന മൂലമുള്ള റോഡ് പണിതാലോ നാട്ടുകാർക്ക് കൊടുക്കും. അതിനിപ്പുറത്ത് നാട്ടുകാരിന്ന് ഇവിടുന്ന് അടക്കയെന്ന് പണിയുന്നിടത്തേക്ക് മുകളിലേക്ക് താമസമില്ല. റോഡിന്റെ അവസ്ഥ ഇപ്പം തീർത്തും മോശമാണ്. കുണ്ടും കുഴിയായിട്ട് കിടക്കുക. അതുകൊണ്ട് ഗുണമുള്ള ഫാക്ടറിക്കാർക്കും. എസ്റ്റിമേറ്റ് എടുക്കുന്ന സമയത്ത് കോഴിമാലിന്യ സംസ്കരണ കേന്ദ്രത്തിന് സമീപമുള്ള ഭാഗമാണ് തകർന്നിരുന്നതെന്നും അതിനാൽ ഈ ഭാഗത്തെ എസ്റ്റിമേറ്റാണ് സമർപ്പിച്ചതെന്നും ഈ ഭാഗത്തിനാണ് അനുമതി ലഭിച്ചിട്ടുള്ളതെന്നും നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് AE അറിയിച്ചു. ഇതിനുശേഷമാണ് മറ്റു ഭാഗങ്ങൾ തകർന്നതെന്നുമാണ് AE പറയുന്നത്. ഈ ഭാഗത്തെ ഫാക്ടറികളിലേക്ക് ലോഡുമായി എത്തുന്ന വലിയ വാഹനങ്ങൾ നിരന്തരമായി ഓടുന്നതാണ് ഈ ഭാഗത്തെ റോഡുകൾ ഇങ്ങനെ തകർന്ന് തരിപ്പണമാകാൻ കാരണം. റോഡുകൾ എപ്പോഴും ജനങ്ങളുടെ സഞ്ചാരത്തിനാണ് മുൻഗണന നൽകുന്നത്. റോഡ് വികസനം എന്നത് നാടിന്റെ വികസനം കൂടിയാണ്. ഇത് അധികൃതർ മനസ്സിലാക്കണമെന്നും നാട്ടുകാർ പറയുന്നു. എ+ വിഷൻ ചാലിയാർ. നിലമ്പൂർ ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ദേവീക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവും ഉത്സവവും ജനുവരി 26 മുതൽ 30 വരെ. 26-ാം തീയതി തിങ്കളാഴ്ച വൈകുന്നേരം 6:30 ഉത്സവ കൊടിയേറ്റ്. തുടർന്ന് ശ്രീ പോരൂർ ഉണ്ണികൃഷ്ണൻ നയിക്കുന്ന സിംഗിൾ തായമ്പക. 27-ാം തീയതി രാവിലെ 8 മണിക്ക് ക്ഷേത്രം മാതൃസമിതി ഒരുക്കുന്ന സർവൈശ്വര്യ പൂജ. വൈകുന്നേരം 5 മണിക്ക് നിലമ്പൂർ ഗോപിയുടെ നേതൃത്വത്തിൽ ലക്ഷ്മി നാരായണ വാദ്യകലാസംഘം അവതരിപ്പിക്കുന്ന പഞ്ചാരിമേളം. ദീപാരാധനയ്ക്ക് ശേഷം രുദ്ര കലാവേദി നിലമ്പൂർ അവതരിപ്പിക്കുന്ന കുംഭാട്ടം. 7 മണിക്ക് ക്ഷേത്രം മാതൃസമിതിയുടെ തിരുവാതിരക്കളി. തുടർന്ന് നിലമ്പൂർ പത്മശ്രീ ഡാൻസ് അക്കാദമിയുടെ നൃത്തനൃത്യങ്ങൾ. 28-ാം തീയതി വൈകുന്നേരം 6:30 സർപ്പബലി. 7 മണിക്ക് നിലമ്പൂർ ലാസ്യലയ അവതരിപ്പിക്കുന്ന തിരുവാതിരക്കളി. തുടർന്ന് ശ്രീ വെച്ചൂർ ശങ്കറും സംഘവും അവതരിപ്പിക്കുന്ന സംഗീത സദസ്സ്. 29-ാം തീയതി വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് നടുവത്ത് ശ്രീമതി ജാനകിയമ്മ നടത്തുന്ന ഭക്തി പ്രഭാഷണം. 11 മണിക്ക് പ്രസാദവൂട്ട്. 11:30 ഭരതനാട്യം അവതരിപ്പിക്കുന്നത് സ്വാതി PV നിലമ്പൂർ. തുടർന്ന് KV ലേഖ നിലമ്പൂർ അവതരിപ്പിക്കുന്ന മോഹിനിയാട്ടം.
തുടർന്ന് നാദാർച്ചന ഭജൻ സുരുക്കുന്ന ഭക്തിഗാന സുധ. 2:30 ഫറോക്ക് ബാലമുരുക കലാസമിതിയുടെ കുംഭാട്ടം കാവടിയാട്ടം. വൈകുന്നേരം 4 മണിക്ക് പാണ്ടിമേളം, കുംഭാട്ടം, കാവടിയാട്ടം, പൂക്കാവടി എന്നീ അകമ്പടിയോടെയുള്ള ഗജവീരന്റെ നഗരപ്രദക്ഷിണം. പാണ്ടിമേളം നയിക്കുന്നത് ശ്രീ പോരൂർ ഉണ്ണികൃഷ്ണൻ. മേളപ്രമാണിയായി 51 പരം വാദ്യകലാകാരന്മാർ. രാത്രി 9 മണിക്ക് ചിലങ്ക നൃത്തവിദ്യാലയം അവതരിപ്പിക്കുന്ന നൃത്തനൃത്യങ്ങൾ. ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ദേവീക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഉത്സവത്തിലേക്ക് ഏവരെയും ഭക്തിപുരസരം സ്വാഗതം ചെയ്യുന്നു.